ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലും നമുക്ക് ദൈവശബ്ദം കേൾക്കുവാനായി ഒരുങ്ങാം. ഇന്നത്തെ വായന ഭാഗം സങ്കീർത്തനങ്ങൾ 120 മുതൽ 123 വരെ. ഇന്നത്തെ കുറിവാക്യം 2 ദിനവൃത്താന്തം 22 അധ്യായം 11 വാക്യം. യഹോശബത്ത്, അവൾ അഹസ്യാവിൻ്റെ സഹോദരിയല്ലോ. യഹൂദായിലെ രാജാവായിരുന്ന യഹോരാമിൻ്റെയും അഥല്യ രാജ്ഞിയുടെയും മകളായിരുന്നു യഹോശേബ. യാഹ്വേ സമ്പൂർണത എന്നതാണ് യഹോശേബ എന്ന പേരിൻ്റെ അർത്ഥം. യഹോശേബയ്ക്ക് 2 ദിനവൃത്താന്തം 22 അധ്യായത്തിൽ യഹോശബത്ത് എന്നും പേര് പറയുന്നുണ്ട്. യഹൂദായിലെ പ്രധാന പുരോഹിതനായ യഹോയാദ ആയിരുന്നു യഹോശബത്തിൻ്റെ ഭർത്താവ്. യഹൂദ രാജ്യത്തിൻ്റെ ആപൽസന്ധിയിൽ ധീരവും ബുദ്ധിപൂർവവുമായ നടപടി സ്വീകരിച്ച മഹാപുരോഹിതനായിരുന്നു യഹോയാദ. എന്നാൽ ഈ പ്രഭാതത്തിൽ യഹോശേബ ആരായിരുന്നു എന്നും യഹോശേബയുടെ ജീവിതം എപ്രകാരമായിരുന്നു എന്നും നമുക്ക് ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. ഒന്നാമതായിട്ട്, ബന്ധങ്ങൾക്ക് മൂല്യം കൽപ്പിക്കുന്ന യഹോശേബ. ആഹാബ് ഇസബേൽ ദമ്പതികളുടെ മകളായ അഥല്യ രാജ്ഞിയുടെ മകളായിരുന്നു യഹോശേബ. അഥല്യയുടെ മകനും യഹോശേബയുടെ സഹോദരനുമായിരുന്നു രാജാവായിരുന്ന അഹസ്യാവ്. ഇവരെല്ലാം കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചതാണ്. എന്നാൽ അഹസ്യാവ് പെട്ടെന്ന് മരണമടയുകയും രാജഭരണത്തിലേക്ക് അഥല്യ പ്രവേശിക്കുകയും ചെയ്യുന്നു. തുടർന്ന് രാജഭരണം തന്നിൽ തന്നെ നിലനിർത്തുവാനായി അഥല്യ എഴുന്നേറ്റു രാജസന്തതിയെ മുഴുവൻ നശിപ്പിച്ചു എന്നാണ് 2 രാജാക്കന്മാർ 11 അധ്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ആ സമയത്ത് അഹസ്യാവിൻ്റെ സഹോദരിയായ യഹോശേബ കൊല്ലപ്പെടുന്ന രാജകുമാരന്മാരുടെ ഇടയിൽ നിന്ന് അഹസ്യാവിൻ്റെ മകനായ യോവാശിനെ മോഷ്ടിച്ച് എടുത്ത് അവനെയും അവൻ്റെ ധാത്രിയെയും അഥല്യ കാണാതെ ഒരു ശയനഗൃഹത്തിൽ കൊണ്ടുപോയി ഒളിപ്പിക്കുന്നു. അതുകൊണ്ട് അവനെ കൊല്ലുവാൻ ഇടയായില്ല. ഈ അഥല്യ എന്ന് പറയുന്നത് യഹോശേബയുടെ സ്വന്തം മാതാവ് തന്നെയായിരുന്നു. അങ്ങനെ ആ ബാലനെ, അതായത് യോവാശിനെ, അവളോടുകൂടെ 6 സംവത്സരം യഹോവയുടെ ആലയത്തിൽ ഒളിപ്പിച്ച് താമസിപ്പിച്ചിരുന്നു എന്നാണ് വേദഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെ തൻ്റെ സഹോദരൻ്റെ മകനെ സ്വന്തം അമ്മയുടെ ക്രൂരതയിൽ നിന്ന് വിടുവിക്കുന്ന യഹോശേബയെയാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. കാരണം ബന്ധങ്ങൾക്ക് വലിയ വില കൽപ്പിച്ച വ്യക്തിയായിരുന്നു യഹോശേബ. രണ്ടാമതായിട്ട്, ദൈവിക വഴികളിൽ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു യഹോശേബ. യഹോശേബയുടെ ഭർത്താവ് യഹോയാദ ഒരു മഹാപുരോഹിതനായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. എന്നാൽ ഈ കുട്ടിയായ യോവാശിനെയും അവൻ്റെ ധാത്രിയെയും ഒന്നിച്ച് ഇവരോടൊപ്പം ദേവാലയത്തിൽ ഒളിപ്പിച്ച് താമസിപ്പിക്കുന്ന ഒരു അനുഭവം. ദൈവിക വഴികളിൽ ജീവിക്കുവാൻ യോവാശിനെയും ആ വഴികളിലൂടെ വളർത്തിക്കൊണ്ടുവരുവാനും യഹോശേബയ്ക്ക് സാധിക്കുന്നു. തുടർന്ന് അവിടെ പറയുന്നത്, യോവാശിന് 7 വയസ്സായപ്പോൾ യഹോയാദ പുരോഹിതൻ ആളയച്ച് വിളിപ്പിച്ച് രഹസ്യമായിട്ട് യോവാശിനെ രാജാവായി അഭിഷേകം ചെയ്യുന്നു എന്നതാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ ആഹാബിൻ്റെയും ഇസബേലിൻ്റെയും ജീവിത മാതൃകകൾ പിന്തുടരാതെ യഹോശേബ ദൈവിക വഴികളിൽ ജീവിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. മറ്റുള്ളവർക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ നമുക്ക് ജീവിതം നയിക്കുവാൻ നമ്മളെ ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, യഹോശേബയെ പോലെ ബന്ധങ്ങൾക്ക് വില നൽകുന്നവരായിട്ട് തീരുവാനും ദൈവിക വഴികളിൽ തന്നെ ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.